നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടങ്ങൾ. വീടിന്റെ ഭിത്തി തകർന്നു വീണു. മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതക്കാലുകൾ നിലം പൊത്തി. പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷം. തെങ്ങ് കടപുഴകി വീണ് പശു ചത്തു. ഒന്നര കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സുഫാലിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ ആയിരിക്കരുത് എന്നതിന്റെ ഉത്തമോദാഹരണമാണ് ബിജെപി നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായുള്ള ഇന്ത്യയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പുന്നേർകുളത്ത് സിപിഐ ഗുരുവായൂർ മണ്ഡലം സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്ത് പണം നൽകുന്നില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പഞ്ചായത്ത് ഓഫീസിലെത്തിയ കോൺഗ്രസ് സിപിഎം നേതാക്കൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും സംഘർഷാവസ്ഥയും. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിൽ ആനക്കല്ല് തിപ്പിലശ്ശേരി റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ നിലയിൽ. റോഡ് ടാറിംഗ് നടത്താൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കും അതിശക്തമായ കാറ്റിനും സാധ്യത തുടരുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ സാധ്യതയായ റെഡ് അലർട്ട് തുടരുകയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ യെല്ലോ അലർട്ടുമുണ്ട്. കേരളത്തിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ നദിയിലെ മധുർ സ്റ്റേഷനിലും മഞ്ചേശ്വരം നദി സ്റ്റേഷനിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും ജലനിരപ്പ് ഉയർന്ന നദികളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിൽ. എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകര, കിഴക്കേത്തല, പണ്ടാറക്കാട് മുസ്ലിം പള്ളി തുടങ്ങിയ മേഖലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് കാരണമായത്. വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ പാമ്പുൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ശല്യവും പ്രദേശവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായിരുന്നു. മഴ തുടർച്ചയായി പെയ്തതോടെ നിർമ്മാണത്തിലിരുന്ന വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൈക്കാട്ടിൽ ഡേവിസിന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. കിടപ്പുരോഗികൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. വെള്ളക്കെട്ട് അനുഭവപ്പെട്ട പഞ്ചായത്ത് 4-ാം വാർഡിലെ വഞ്ചിക്കടവ് റോഡിൽ താമസിക്കുന്ന സ്ത്രീ മരിച്ചതിനെ തുടർന്ന് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാൻ പോലും കഴിയാത്ത സാഹചര്യവുമുണ്ടായി. കടവല്ലൂർ അത്താണിക്കൽ പരേതനായ കൊച്ചുണ്ണിയുടെ ഭാര്യ സരോജിനിയുടെ മൃതദേഹമാണ് പൊതുദർശനത്തിനായി എളവള്ളി ഗ്യാസ് ക്രിമിറ്റോറിയത്തിലേക്ക് മാറ്റിയത്. മൃതദേഹവുമായി ഏറെ ദൂരം വെള്ളത്തിലൂടെ നടന്നാണ് ബന്ധുക്കൾ ക്രിമിറ്റോറിയത്തിലെത്തിച്ചത്. കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് കരകവിഞ്ഞതുമൂലമാണ് പ്രദേശം വെള്ളത്തിലായത്. തോട് ആഴം കൂട്ടി ബണ്ട് കെട്ടാത്തതും ഈ വെള്ളക്കെട്ടിന് കാരണമായതാണ് നാട്ടുകാരുടെ പ്രധാന ആക്ഷേപം. നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട്. ശക്തമായ മഴയിൽ പുന്നയൂരിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം. പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ സജ്ജീകരിക്കണമെന്ന് ദുരിതബാധിതർ. കനോലി കനാലിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത്. മഴ തുടരുകയാണെങ്കിൽ പല വീടുകളിലും ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാകും. പുന്നയൂർ, വെട്ടിപ്പുഴ, മന്നലാങ്കുന്ന്, എടയൂർ, കുഴിങ്ങര, അവിയൂർ എന്നീ പ്രദേശങ്ങളിലാണ് കൂടുതലും ദുരിതത്തിലായിരിക്കുന്നത്. പല വീട്ടുകാരും ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. എടയൂർ തറയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന പല വീടുകളുടെയും ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ്. മാറി താമസിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും 20 കിലോമീറ്റർ അകലെ കടപ്പുറം പഞ്ചായത്തിൽ സർക്കാർ സംവിധാനം ഒരുക്കിയതിനാൽ അസൗകര്യമുള്ളതായും പറയുന്നു. പലരും ക്ഷീര കർഷകരാണ്. വളർത്തുമൃഗങ്ങളും കോഴികളുമാണ് ഇവരുടെ ഉപജീവന മാർഗം. ഇവയെല്ലാം ഉപേക്ഷിച്ചു പോവുക എന്നത് പ്രായോഗികവുമല്ല. 1-ാം വാർഡ് മെമ്പർ അസീസ് മന്ദലാങ്കുന്ന് വീടുകൾ സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പ് തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ ഉപകാരമാകും എന്ന് മെമ്പർ പ്രതികരിച്ചു. ഇപ്പോൾ അങ്ങോട്ടൊക്കെ യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് ഇപ്പോൾ അരക്ക് ഒപ്പം വെള്ളം നീന്തിയിട്ട് ഇപ്പോൾ പോയി വന്നിട്ടുള്ളത്. അവിടെയുള്ള ആളുകൾ പലരും രോഗികളാണ്.
സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പിന്നെ കാലിലൊക്കെ സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. വെള്ളത്തിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് അവരുടെ ആരോഗ്യത്തെ വരെ ബാധിക്കുന്ന അവസ്ഥയുണ്ട്. വഞ്ചി ഇട്ടിട്ടാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ സമയത്ത് വഞ്ചി അപ്പുറത്തായതുകൊണ്ട് എനിക്ക് വഞ്ചി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ നടന്നു പോയിട്ടാണ് ഇപ്പോൾ വന്നത്. നിലവിൽ ഷെൽട്ടർ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഏകദേശം 10-17 കിലോമീറ്റർ അപ്പുറം കടപ്പുറം പഞ്ചായത്തിലാണുള്ളത്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസകരമാണ്. കാരണം ഇവരൊക്കെ വീടുകളിൽ പിന്നെ കാലികളെ വളർത്തുന്നവരുണ്ട്, മറ്റു കോഴി ഉൾപ്പെടെയുള്ള എന്നിവയൊക്കെ വളർത്തുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഇട്ട് വല്ലാതെ ദൂരെ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം കൂടെ ഇവർക്കുണ്ട്. മുസ്ലിം ലീഗ് പുന്നയൂർ പഞ്ചായത്ത് ഭാരവാഹികൾ വെള്ളക്കെട്ട് പ്രദേശം സന്ദർശിച്ചു. വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ ടി.വി. സുരേന്ദ്രൻ കടുത്ത അവഗണനയാണ് പ്രദേശവാസികളോട് കാണിക്കുന്നതെന്ന് ലീഗ് ഭാരവാഹികൾ ആരോപിച്ചു. എടക്കഴിയൂർ 4-ാം കല്ല് പടിഞ്ഞാറ് പ്രദേശത്ത് 40ഓളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നത്. ഇവരുടെ കൃഷിയും നശിച്ചു. സെപ്റ്റി ടാങ്കുകൾ ലീക്കായി പകർച്ചരോഗങ്ങൾ വരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. സമീപമുള്ള മദ്രസയിലേക്കും വെള്ളം കയറാറായ നിലയിലാണ്. ഇവിടെ നിർമ്മിച്ച കാനയ്ക്ക് സ്ലാബില്ലാത്തതിനാൽ യാത്രക്കാരും മദ്രസ വിദ്യാർത്ഥികളും കാനയിൽ വീണ് അപകടമുണ്ടാവുന്നത് പതിവാണെന്നും അശാസ്ത്രീയമായ രീതിയിലാണ് കാന നിർമ്മിച്ചിട്ടുള്ളതെന്നും മുസ്ലിം ലീഗ് ഭാരവാഹികൾ ആരോപിച്ചു. 4-ാം കല്ല് വടക്കുഭാഗത്തുകൂടി കാന നിർമ്മിക്കണമെന്നത് ജനങ്ങൾ നാളുകളായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. എന്നാൽ അധികൃതർ അതിന് തയ്യാറായിട്ടില്ലെന്നും പറയുന്നു. റോഡുകളിലെ വലിയ കുഴിയിൽ ബൈക്ക് യാത്രക്കാർക്ക് വീണ് അപകടം സംഭവിക്കുന്നതും പതിവാണ്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ഷക്കീർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം കുഞ്ഞിമുഹമ്മദ്, വാർഡ് പ്രസിഡന്റ് കെ വി ഖാദർ ഹാജി, ജനറൽ സെക്രട്ടറി ആർ വി അസ്ഹർ തുടങ്ങിയവരാണ് വെള്ളക്കെട്ട് പ്രദേശങ്ങൾ സന്ദർശിച്ചത്. വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ശക്തമായ മഴയിലും കാറ്റിലും പരൂർ ഡ്രീം പാലസിന് സമീപം വലിയ തേക്കുമരം കടപുഴകി വീണു. 6ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു. ഗതാഗതവും തകരാറിലായി. തിങ്കളാഴ്ച പുലർച്ചെയാണ് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലെ വലിയ തേക്കുമരം കടപുഴകി വീണത്. ഇതോടെ ആറ്റുപുറം കൊച്ചന്നൂർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരുന്ന വൈദ്യുതിക്കാലടക്കം 6ഓളം പോസ്റ്റുകൾ ഒടിഞ്ഞു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തേക്ക് ശിഖരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനരാരംഭിച്ചു. തേക്കുമരത്തോട് ചേർന്ന് നിന്നിരുന്ന തെങ്ങും ഒടിഞ്ഞു വീണിട്ടുണ്ട്. പ്രദേശത്ത് വൈദ്യുതി, കേബിൾ, ഇന്റർനെറ്റ് സംവിധാനം തകരാറിലായി. കെ.എസ്.ഇ.ബി. ജീവനക്കാരും കേബിൾ ടി.വി. ജീവനക്കാരും സ്ഥലത്തെത്തി തകരാറിലായ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ ഭിത്തി തകർന്നു വീണു. കടവല്ലൂർ വട്ടമാവ് പരേതനായ ചന്ദ്രന്റെ വീടിന്റെ പുറകുവശത്തുള്ള അടുക്കളയോട് ചേർന്ന ചുമരാണ് പൂർണ്ണമായും നിലംപൊത്തിയത്. ചന്ദ്രന്റെ ഭാര്യ ചന്ദ്രികയും മകൻ സന്തോഷും മുറിയിലായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെ 4 മണിക്കായിരുന്നു സംഭവം. വിവരമറിഞ്ഞ് പഞ്ചായത്ത് ജനപ്രതിനിധികളും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കുഴിങ്ങര വടക്കേക്കാട് റോഡ്, പനന്തറ ആൽത്തറ റോഡ് എന്നിവിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. യാത്രക്കാർ ദുരിതത്തിൽ. 2 ദിവസങ്ങളിലായി നിർത്താതെ പെയ്ത ശക്തമായ മഴയിലാണ് ഇരു റോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷമായത്. റോഡിന് ഇരുവശങ്ങളിലുമുള്ള പാടശേഖരങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് ഒന്നായിരിക്കുന്ന അവസ്ഥയാണ്. കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരുമാണ് ഇതുമൂലം കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ടാക്സി വാഹനങ്ങൾ ആൽത്തറയിലേക്കും വടക്കേക്കാട്ടേക്കും വിളിച്ചാൽ ഓട്ടം വരാത്ത അവസ്ഥയാണുള്ളത്. സ്ത്രീകളടക്കമുള്ള ഇരുചക്ര വാഹനയാത്രക്കാരുടെ വാഹനങ്ങൾ വെള്ളത്തിൽ ഓഫാവുകയും എഞ്ചിനുകളിലേക്ക് വെള്ളം കയറി തകരാർ സംഭവിച്ച് വഴിയിൽ നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. കുഴിങ്ങര വടക്കേക്കാട് മുക്കഞ്ചേരി പാടശേഖരങ്ങൾക്കിടയിലെ റോഡ് ഉയർത്തുവാനായി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പറുടെ നേതൃത്വത്തിൽ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. തെക്കിനിയടത്ത് പടി മുതൽ കുഴിങ്ങര പള്ളി വരെയുള്ള ഭാഗം കണ്ടുബസാർ തമ്പുരാൻപടി റോഡിൽ ഉൾപ്പെട്ടതാണെന്നും അതല്ല കൊച്ചന്നൂർ മന്ദലാങ്കുന്ന് PWD റോഡിൽ ഉൾപ്പെട്ടതാണെന്നുമുള്ള തർക്കമാണ് റോഡ് ഉയർത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. ചാവക്കാട് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ ഏനാമാവ് റോഡിനോട് ചേർന്ന ഭാഗം വെള്ളക്കെട്ടിൽ. PWD അധികൃതർ നടത്തിയ അശാസ്ത്രീയ കാന നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആക്ഷേപം. കച്ചവട സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സമീപത്ത് ഓട്ടോ പാർക്കുമുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റിക്കും PWD അധികൃതർക്കും കളക്ടർക്കും നിവേദനം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് പശു ചത്തു. ഇളവള്ളി പഞ്ചായത്തിലെ വാഗ മാണിക്യത്ത് വിശ്വനാഥന്റെ വീട്ടിലെ പശുവാണ് ചത്തത്. കറവ ഉണ്ടായിരുന്ന പശുവിന്റെ പാല് വിറ്റാണ് കുടുംബം ഉപജീവനം നടത്തിയിരുന്നത്. ഏക വരുമാന മാർഗം നിലച്ച അവസ്ഥയിലാണ് വിശ്വനാഥനും കുടുംബവും. ഇളവള്ളി ക്ഷീര വ്യവസായ സംഘത്തിൽ അംഗമാണ് വിശ്വനാഥൻ. ഏകദേശം 80,000 രൂപയുടെ നഷ്ടമാണ് പശു ചത്തത് മൂലം കുടുംബത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഇളവള്ളി മൃഗാശുപത്രിയിൽ ഡോക്ടർ അൻഷാദിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം പശുവിന്റെ ജഡം സംസ്കരിച്ചു.
എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ട് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്ത് പണം നൽകുന്നില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷമായ കോൺഗ്രസ് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇതിനിടയിൽ വിവരമറിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിലെത്തിയ കോൺഗ്രസ് CPM നേതാക്കൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയാണ് സംഘർഷം നിയന്ത്രിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4-ന് നടന്ന പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രസിഡന്റിനോട് പ്രതിഷേധമറിയിച്ച് ഇറങ്ങിപ്പോന്നാണ് സെക്രട്ടറിയുടെ ക്യാബിനിലും തുടർന്ന് ഓഫീസിനുള്ളിലും കോൺഗ്രസ് മെമ്പർമാർ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ലൈഫിലെ ഗുണഭോക്താക്കൾക്ക് യഥാക്രമം ഈ ഭരണസമിതി ഫണ്ട് നൽകാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് 4 വർഷത്തോളമായിട്ട് 156ഓളം ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് വീടിന് അപേക്ഷ നൽകി എഗ്രിമെന്റ് വെച്ചത്. ഇവരിൽ ആർക്കും പഞ്ചായത്ത് പ്രസിഡന്റിന് 4 ലക്ഷം രൂപ നൽകാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കടം മേടിച്ചും പലിശയ്ക്ക് പണമെടുത്തും പല ആളുകളും വീട് പണി പൂർത്തിയാക്കി അവർ പാലുകാച്ചൽ കഴിഞ്ഞ് വീട്ടിൽ കയറിയിരുന്നിട്ടും അവർക്ക് 2,40,000 രൂപ വരെ മാത്രമേ കൊടുക്കാൻ പറ്റിയ പല വീടുകളുണ്ട്. ഈ പാവപ്പെട്ട ജനങ്ങളെ 2 വർഷത്തിലധികം 3 വർഷത്തിലധികമായി വാടക കൊടുത്തുകൊണ്ട് 5,000-6,000 രൂപ വാടക കൊടുത്തുകൊണ്ടാണ് അവര് ഇന്ന് ജീവിക്കുന്നത്. ഈ പറയുന്ന പാവപ്പെട്ട ജനങ്ങളെ തെരുവിലിറക്കി നിർത്തിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ സമരം നടത്തുന്നത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതോടെ ഓഫീസ് അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇതിനിടയിലാണ് പുറത്ത് കോൺഗ്രസ് CPM നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും ചെറിയ തോതിൽ കയ്യേറ്റവും നടന്നത്. ഇത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. തുടർന്ന് സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാത്രി 7 മണിയോടെ പ്രതിപക്ഷ നേതാവ് MC ഐജു, മെമ്പർമാരായ റീന വർഗീസ്, റിജി ജോർജ്, സതി മണികണ്ഠൻ, PK മാധവൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരം ചെയ്ത മെമ്പർമാർക്ക് അഭിവാദ്യമർപ്പിച്ചും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് പ്രകടനം നടത്തി. പഞ്ചായത്തിലെ ജനങ്ങളെ വഞ്ചിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തകാല പോരാട്ടെ മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, PS സുനീഷ്, സഫീന അസീസ്, അജു നെല്ലുവായി തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും ചേർന്ന് തടസ്സപ്പെടുത്തുകയാണെന്നും പഞ്ചായത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാണ് മെമ്പർമാർ കുത്തിയിരിപ്പ് സമരം നടത്തിയതെന്നും ആരോപിച്ച് CPM പ്രവർത്തകർ പ്രകടനം നടത്തി. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കാണ് ഇത്തരം സമരങ്ങൾക്ക് പുറകിൽ. കോൺഗ്രസിന്റെ 3 വാർഡ് മെമ്പർ ഈ സമരത്തിൽ പങ്കെടുക്കാതിരുന്നത് ഇതിന് ഉദാഹരണമാണെന്നും CPM മെമ്പർമാർ പറഞ്ഞു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, മെമ്പർമാരായ സുമന സുഗതൻ, NP അജയൻ, KB ബബിത, സ്വപ്ന പ്രദീപ്, PS സുരേഷ്, PM സജി, ഷീജ സുരേഷ്, നേതാക്കളായ PT ദേവസി, OS മനോജ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിൽ ആനക്കല്ല് തിപ്പിലിശ്ശേരി റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ നിലയിൽ.
പോർക്കുളം, കടങ്ങോട്, കടവല്ലൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ളതാണ് ഈ റോഡ്. മുൻപ് അക്കിക്കാവ് ബൈപ്പാസിൽ നിർമ്മാണം നടക്കുമ്പോൾ വലിയ ടോറസ് ലോറികൾ ഈ വഴിയാണ് പോയിരുന്നത്. ഇതോടെയാണ് റോഡ് പൂർണ്ണമായും തകർന്നത്. ബൈപ്പാസിൽ നിന്നുള്ള മഴവെള്ളം ഈ റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. വെള്ളക്കെട്ടിൽ കുഴിയറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. മേരിമാത ബോയ്സ് കോട്ടേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ഈ വഴി സഞ്ചരിക്കുന്നത്. തിപ്പലശ്ശേരിയിൽ നിന്നുള്ള റോഡിന്റെ ഒരു ഭാഗം അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. എന്നാൽ റോഡ് മുഴുവൻ അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഗതാഗതം ദുഷ്കരമാവുകയാണ്. റോഡ് ടാറിംഗ് നടത്താൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാട് തന്നെയാണ്, നമ്മുടെ നാട് തന്നെ അല്ലാതും. പക്ഷെ ഇതെന്താ ശരിയാക്കാത്തത്? ഞാനിപ്പോഴും ഇതേത് പഞ്ചായത്താന്നൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നു. എന്താണിത് നന്നാക്കാൻ വേണ്ടി. അപ്പം എൻ്റെ മോൻ പറയണ, അമ്മ എന്തായാലും റിട്ടയർ ചെയ്തില്ലേ, അമ്മ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യാൻ ഇറങ്ങിയിട്ട് റോഡ് ശരിയാക്കുക എന്നാണ് മോൻ പറയണേ. എങ്ങനെയത് ശരിയാക്കുക, എന്താ വേണ്ടതെന്നുള്ളത് അന്വേഷിക്കാം, അത്രയേ ഉള്ളൂ. കഷ്ടമുണ്ട്. ഇവിടുന്ന് കുറേ കുട്ടികൾ നമ്മുടെ ആ മേരിമാത കോട്ടേജിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ അവിടെ ഇറങ്ങിയിട്ട് ഈ ചളിയിൽ കൂടിയാണ് നടന്നു പോണേ. പാവപ്പെട്ട കുട്ടികളല്ലേ, 2ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട്. ഞാൻ അപ്പോൾ അവരുടെ അടുത്തേക്കാണ് ഞാൻ പോണേ. അപ്പോൾ ഇങ്ങനെ ഈ റോഡിൻ്റെ ഈ സ്ഥിതി വളരെ ശോചനീയമാണ്. അധികാരികൾ ശ്രദ്ധിച്ച് എത്രയും പെട്ടെന്ന് ചെയ്തു തന്നാൽ വളരെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കും നല്ലതാണ്. 1.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 33 വയസ്സുള്ള സുഫാലിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 1.321 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വടക്കേക്കാട് പോലീസും ചേർന്നാണ് കഞ്ചാവ് വേട്ട നടത്തിയത്. പ്രതി കേരളത്തിൽ കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അണ്ടത്തോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ താമസിച്ചാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. വടക്കേക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ ബാബുരാജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശരത്ത്, നിബു, നിഷാദ് എന്നിവരടങ്ങിയ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്ലാസ്റ്റിക് സഞ്ചിയിൽ നിറച്ച് സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. എരുമപ്പെട്ടി നെല്ലുവായ് സെന്ററിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് യുവാക്കൾക്ക് പരിക്കേറ്റു. മങ്ങാട് സ്വദേശികളായ ജിറ്റസ്, ക്രിസ്റ്റോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ ആയിരിക്കരുത് എന്നതിന്റെ ഉത്തമോദാഹരണമാണ് BJP നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായുള്ള ഇന്ത്യയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. പുന്നേർകുളത്ത് CPI ഗുരുവായൂർ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ സഖാവ് അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് മണ്ഡലത്തിന്റെ വിവിധ ലോക്കൽ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഖാക്കൾ ചർച്ച നടത്തിയത് എന്നാണ് ഇപ്പോൾ. ഒരു ലബോറട്ടറിയിലും കൊണ്ടുപോയി പരിശോധിക്കാതെ തന്നെ ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാജ്യമാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. ഇന്ത്യയുടെ പ്രത്യേകതയായ ബഹുസ്വരതയെ ഇല്ലാതാക്കി ഫെഡറൽ മര്യാദ തകർക്കുകയാണ് BJP സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുന്നീർകുളത്ത് കാനം രാജേന്ദ്രൻ നഗറിൽ നടത്തിയ സമ്മേളനത്തിൽ CV ശ്രീനിവാസൻ പതാക ഉയർത്തി. IK ഹൈദരാലി രക്തസാക്ഷി പ്രമേയവും PK രാജേശ്വരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. K ജ്യോതിരാജ്, IK ഹൈദരാലി, ബിനീഷ് ചില്ലിക്കൽ, അനീഷ്മ ഷനോജ് എന്നിവരടങ്ങുന്ന പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സ്വാഗത സംഘം കൺവീനർ PT പ്രവീൺ പ്രസാദ്, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ അഡ്വക്കേറ്റ് PK മുഹമ്മദ് ബഷീർ, രാജേശ്വരൻ, ശ്രീനിവാസൻ, ഗീതാരാജൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CN ജയദേവൻ, VS സുനിൽകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. സാധാരണ ജനങ്ങളുടെ ഏക ആശ്രയമായ അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മെഡിക്കൽ ഓഫീസർക്ക് നിവേദനം നൽകി. മഴക്കാല രോഗങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് 1 മണിവരെ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഇവിടെ ലഭ്യമാകുന്നത്. മരുന്ന് വിതരണത്തിനുള്ള ഫാർമസിയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിക്കുന്നില്ല. ഇതുമൂലം നിരവധി രോഗികൾ നിരാശരായി മടങ്ങിപ്പോകുന്നത് പതിവാണ്. നിലവിലെ സാഹചര്യത്തിൽ അധികമായി ഒരു ഡോക്ടറെ കൂടി നിയമിക്കുകയും ഫാർമസി ഉൾപ്പെടെയുള്ള അനുബന്ധ സേവനങ്ങളും വൈകുന്നേരം വരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകരായ മുസ്ലിം ലീഗ് പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് AK മൊയ്തുണ്ണി, സെക്രട്ടറി ഹുസൈൻ വലിയകത്ത്, CM ഗഫൂർ, അഷ്റഫ് ചോലയിൽ, ഫസലു ഐനിക്കൽ തുടങ്ങിയവർ നിവേദനം നൽകിയത്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂറും ചികിത്സ നൽകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി.
നിർത്തിവെച്ച കിടത്തി ചികിത്സ പുനരാരംഭിക്കുക, 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം നൽകുക, നിലവിലെ ഒപിയിലേക്ക് പ്രായമായവർക്കും അവശരായവർക്കും എത്തിച്ചേരുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയിട്ടുള്ളത്. വാഹനങ്ങളും വീൽചെയറും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമായതിനാൽ അവശരായ രോഗികളെയും പ്രായമായവരെയും എടുത്തുകൊണ്ടാണ് ഒപിയിൽ ഇപ്പോൾ എത്തിക്കുന്നത്. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും അനാസ്ഥയാണ് ഇത്തരം ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വികസന സമിതി യോഗം യഥാസമയങ്ങളിൽ ചേരാറില്ലെന്നും അധികൃതരുടെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വമില്ലായ്മയാണ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും മണ്ഡലം പ്രസിഡന്റ് എം നിഷാദ് അറിയിച്ചു. മഴക്കാല രോഗങ്ങൾ പടർന്ന് കൊണ്ടിരിക്കുന്ന സമയത്ത് 4 പഞ്ചായത്തിലെ രോഗികൾ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇവിടെ ഒപിയിൽ മതിയായ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് ഇന്ന് ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ സന്ദർശിക്കാനിടയായത്. ഇവിടെ ഒരുപാട് രോഗികൾ വരികയും എന്നാൽ അവർക്ക് ആവശ്യമായ പൂർണ്ണമായ രീതിയിലുള്ള ചികിത്സയും അതുപോലെ മരുന്നുകളും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രായമായ ആളുകളെ എടുത്തു കൊണ്ടുപോയി അവിടെ ഒപിയിൽ കാണിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്രണ്ടിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ള അടിയന്തരമായി പ്രായമായി ഡോക്ടറെ കാണാൻ വരുന്ന രോഗികൾക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലക്ക് ഡോക്ടറെ കണ്ട് മടങ്ങാവുന്ന ഒരു അവസരം അടിയന്തരമായി കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സൂപ്രണ്ട് അടിയന്തരമായി കൈക്കൊള്ളാമെന്ന് ഞങ്ങൾക്ക് മറുപടിയും നൽകിയിട്ടുണ്ട്. നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ വളരെ ശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്ത് വരുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ PS സുനീഷ്, NK കബീർ, K ഗോവിന്ദൻകുട്ടി, MC ഐജു, ഷെഫീന അസീസ്, AV ബിജു എന്നിവരും നിവേദനം നൽകുന്ന സംഘത്തിലുണ്ടായിരുന്നു. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള കൈപ്പുസ്തകം വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ച് കൂനമുച്ചി സത്സംഗ്. പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വികാരി ഫാദർ മനോജ് താണിക്കൽ ബ്രദർ എബിൻ എലുവത്തിങ്കലിന് പുസ്തകം കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ TL ജോസഫ് അധ്യക്ഷനായി. മതബോധനം വൈസ് പ്രിൻസിപ്പൽ CP ജേസൺ, സെക്രട്ടറി സനീറ്റ ഷാജു, വിദ്യാർത്ഥികളായ ആബേൽ ലിജോ, ആൻസ്വിൻ പോൾസ്കി എന്നിവർ സംസാരിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സത്സംഗ് ചെയർമാനുമായ PJ സ്റ്റൈജു പുസ്തകം പരിചയപ്പെടുത്തി. തൃശൂർ അതിരൂപതയിലെ ദേവാലയങ്ങളായ തണ്ടിലംപള്ളിയിൽ ഫാദർ ഡേവിസ് ചിറമ്മൽ, മതബോധനം പ്രിൻസിപ്പൽ CP ബാബുവിനും, കരുമത്ര ആരോഗ്യമാതാ പള്ളിയിൽ ഫാദർ മനോജ് കീഴിയൂരുമുട്ടിക്കൽ, സിസ്റ്റർ മേരി ചാലക്കലിനും, പെരിങ്ങാടുപള്ളിയിൽ ഫാദർ ലിവിൻ അരിമ്പൂർ, പ്രിൻസിപ്പൽ മിനി ടീച്ചർക്കും പുസ്തകം കൈമാറി. മതബോധന വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള കൈപ്പുസ്തകം നൽകിയത്. വരും ദിവസങ്ങളിൽ തൃശൂർ അതിരൂപതയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മതബോധന വിദ്യാലയങ്ങളിൽ പുസ്തകം സൗജന്യമായി നൽകുമെന്ന് സത്സംഗ് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പഴഞ്ഞി പെരുന്തുരുത്തി പുളിക്കക്കടവ് പാലത്തിൽ വെള്ളം കയറിയതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ബസ് സർവീസ് നിലച്ചതിനാൽ യാത്രക്കാർ ബുദ്ധിമുട്ടിലായി. പഴഞ്ഞിയിൽ നിന്ന് ഒതളൂർ പാവിട്ടുപുറം വഴി ചങ്ങരംകുളത്തേക്ക് പോകുന്ന എളുപ്പവഴിയായതിനാൽ ഒട്ടേറെ വാഹനങ്ങൾ ഈ വഴി സഞ്ചരിക്കുന്നുണ്ട്. 3 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച പാലത്തിൽ എല്ലാ വർഷവും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്നത് പതിവാണ്. റോഡും പാലവും ഉയർത്തി നിർമ്മിച്ച് ഗതാഗത തടസ്സം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ നഗരസഭ 12-ാം വാർഡ് അങ്ങാടിത്താഴം പഞ്ചാരമുക്ക് റോഡിനരികിൽ ചെറിയ തോടിൽ നിന്നും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം നഗരസഭ കൊണ്ടുപോകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ശക്തമായി പെയ്യുന്ന മഴയത്ത് റോഡരികിൽ മാലിന്യം കൂട്ടിവെക്കുമ്പോൾ മാലിന്യം തോടിലേക്ക് ഒലിച്ചിറങ്ങുകയും വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമാവുകയും ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നഗരസഭ മാലിന്യം എടുത്തുമാറ്റണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരുമായ നൌഷാദ് അഹമ്മു, അനീഷ് പാലയൂർ, ഷെജീർ അങ്ങാടി, ഷമീർ മോസ്കോ എന്നിവർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട നഗരസഭ ആരോഗ്യവകുപ്പ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇവർ ആരോപിച്ചു. അല്ലെങ്കിൽ തോട്ടിലേക്കും പോകുന്ന അവസ്ഥ ഇല്ലാതാക്കുക, ഇതിന് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുക. പ്രദേശത്ത് ഈ വലിയ തോടുണ്ട്, വലിയ തോട്ടിലേക്കുള്ള കാനകൾ അടഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം കയറാത്തത്. ഈ കാനകൾ തുറന്നിട്ട് വെള്ളം എത്രയും പെട്ടെന്ന് കയറില്ല എന്നുണ്ടെങ്കിൽ ജുമാത്ത് പള്ളിയുടെ പരിസരങ്ങൾ, അതുപോലെ തന്നെ ഗമയ എടപ്പള്ളി ഭാഗങ്ങളിൽ വെള്ളം കയറി, ഇന്ന് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പല വീടുകളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങി പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള കാനകളും വലിയ തോട്ടിലേക്കുള്ള വഴികളും അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിൽ ഈ ഭാഗങ്ങളിൽ പരിശോധിച്ച് നടപടി ഉണ്ടാവണം. നടപടി ഉണ്ടായില്ലെങ്കിൽ
ഇത്തരം മഴക്കും മറ്റുള്ള ഇതിലും വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ 1ാമത് പുരുഷ വനിത കബഡി ചാമ്പ്യൻഷിപ്പ് സെന്റ് ജോസഫ് വേലൂപ്പാടം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. വനിതകളുടെ വിഭാഗത്തിൽ GVHSS പഴഞ്ഞി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ആദ്യ മത്സരത്തിൽ CK കബഡി അക്കാദമി ചേർപ്പിനെയും സെമിയിൽ ടൈറ്റാൻ നന്ദിക്കരയെയും ഫൈനലിൽ സെന്റ് ക്ലയേഴ്സ് തൃശൂരിനെയും തോൽപ്പിച്ചാണ് GVHSS പഴഞ്ഞി കിരീടം നേടിയത്. മത്സരത്തിലെ മികച്ച റൈഡറായി പഴഞ്ഞിയുടെ നിവേദ്യ KSനെയും മികച്ച ഓൾറൗണ്ടറായി പഴഞ്ഞിയുടെ ആഷിമ ASനെയും തെരഞ്ഞെടുത്തു. 21-ാം തീയതി കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കേണ്ട തൃശൂർ ജില്ലാ ടീമിനെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ AG അനന്തകൃഷ്ണൻ, കൺവീനർ NI സാദിഖ് എന്നിവർ ചേർന്ന് പ്രഖ്യാപിച്ചു. പഴഞ്ഞി യങ്സ് കമ്മിറ്റി VK രാജന്റെ അനുസ്മരണാർത്ഥം രാജേട്ടൻ ഓർമ്മകളിൽ എന്ന അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. അനുസ്മരണ സദസ്സ് പഴഞ്ഞി മാർത്തോമ വികാരി ഫാദർ അനു ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാരായ ഷാജൻ മാസ്റ്റർ, ബബിത ഷാജൻ, ഫാദർ സക്കറിയ കൊള്ളന്നൂർ, CPIM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശ്, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെബിൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. അകലാട് ഒറ്റയിനി അൽ മദ്രസു സലഫിയ മദ്രസയിലെ പ്രവേശനോത്സവം നടന്നു. പ്രവേശനോത്സവ ഉദ്ഘാടനം പുന്നയൂർ പഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പർ C അഷ്റഫ് നിർവഹിച്ചു. റഫീഖ് അകലാട് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷം പൊതുപരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. മദ്രസ മാനേജ്മെന്റ് അംഗങ്ങളായ കുഞ്ഞു മുഹമ്മദ്, മുഹമ്മദ് ഉണ്ണി, KM അലി തുടങ്ങിയവർ സംസാരിച്ചു. ജാസിർ സ്വാഗതവും MA അഷ്റഫ് നന്ദിയും പറഞ്ഞു. മദ്രസ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കമ്പിപ്പാലത്ത് റോഡരികിൽ പൊട്ടിയ ശുദ്ധജല പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി. 3 ദിവസം മുൻപാണ് റോഡരികിൽ വലിയ പൈപ്പ് പൊട്ടിയത്. ഇതോടെ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുകിയിരുന്നു. റോഡ് നവീകരണം നടക്കുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടിയത്. ഇതോടെ പൊട്ടിയ ഭാഗം വീണ്ടും അറ്റകുറ്റപ്പണി നടത്തേണ്ടി വന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പൈപ്പാണ് ഈ ഭാഗത്തുള്ളത്. പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള ജോലികൾ 2 മാസം മുൻപ് തുടങ്ങിയെങ്കിലും പൂർത്തിയായിട്ടില്ല. മമ്മിയൂർ അയ്യപ്പ ഭക്ത സംഘത്തിൽ സത്സംഗവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആധ്യാത്മിക പഠന ക്ലാസിന് തുടക്കമായി. ആചാര്യ CP നായർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അയ്യപ്പ ഭക്ത സംഘം പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി P സുനിൽകുമാർ, മുൻ പ്രസിഡന്റുമാരായ അനിൽകുമാർ ചിറയ്ക്കൽ, രാജഗോപാൽ മുള്ളത്ത്, ട്രഷറർ P അനിൽകുമാർ, ഭരണസമിതി അംഗങ്ങളായ സേതുമാധവൻ, വേണു, സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഇന്റർനാഷണൽ സർവീസ് സംഘടനയായ വൈസ്മെൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഡിസ്ട്രിക്ട് 2വിന്റെ ഡിസ്ട്രിക്ട് കോൺഫറൻസും പുതിയ ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്ഥാനാരോഹണവും നടന്നു. കുന്നംകുളം ലിവ ടവറിൽ നടന്ന ചടങ്ങ് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറിയുമായ KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് ഗവർണർ വൈസ്മെൻ അപ്പുമോൻ CK അധ്യക്ഷത വഹിച്ചു. മുൻ റീജിയണൽ ഡയറക്ടർ വൈസ്മെൻ PI അനിൽ മുഖ്യാതിഥിയായി. ചടങ്ങിൽ മുൻ റീജിയണൽ ഡയറക്ടർ വൈസ്മെൻ വർഗീസ് ചെറി നിയുക്ത ഡിസ്ട്രിക്ട് ഗവർണറുടെയും ടീമിന്റെയും ഇൻസ്റ്റാളേഷൻ നിർവഹിച്ചു. ഡിസ്ട്രിക്ട് ഗവർണറായി ചുമതലയേറ്റ വൈസ് വുമൺ ബിന്ദു അപ്പുമോൻ മറുപടി പ്രസംഗം നടത്തി. ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് VK ഡെന്നി, മുൻ ഡിസ്ട്രിക്ട് സെക്രട്ടറി PC സണ്ണി, MTS സ്കൂൾ മാനേജറും ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ പ്രസിഡന്റുമായ അജിത് M ചീരൻ, കുന്നംകുളം വൈസ്മെൻ ക്ലബ് പ്രസിഡന്റ് ഷൈജൻ C ജോബ്, സെക്രട്ടറി വർഗീസ് ജോൺ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC+2 വിജയികളെയും ആദരിച്ചു. കുന്നംകുളം കൊമേഴ്സ് സർക്കിൾ 33-ാം പ്രവർത്തന വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കുന്നംകുളം ബദനി ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രസിഡന്റ് ജിജി ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുതിയ വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റ് സാം C തോമസ്, സെക്രട്ടറി ജോ P തോലത്ത്, ട്രഷറർ ജോബ്സൺ ചെറിയാൻ, വൈസ് പ്രസിഡന്റ് സക്രിയ ചീരൻ തുടങ്ങിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റു. ഡോക്ടർ റെജിൻ മാത്യു, ബെറ്റി എൽവിസ്, ശ്യാമിളി കൃഷ്ണദാസ്, രഞ്ജൻ മാത്യു, ആനന്ദൻ കരുമത്തിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC സന്ദേശം നൽകി. വിപണി. എടക്കഴിയൂരിൽ ആയുർവേദ ചികിത്സയ്ക്കായി ആധുനിക സൗകര്യങ്ങളോടെ കടലോരം ആയുർവില്ല പ്രവർത്തനം ആരംഭിച്ചു. എടക്കഴിയൂർ കുഞ്ഞൈദു സാഹിബ് റോഡിലാണ് കടലോരം ആയുർവില്ല പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്.
സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്തും പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രനും ചേർന്ന് നിർവഹിച്ചു. കോസ്മെറ്റോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. ചടങ്ങിൽ സ്ഥാപന ഉടമകളായ ഡോക്ടർ ഷഹന ജലീൽ, ഷക്കീർ കൂളിയാട്ടയിൽ, പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, മുസ്ലിം ലീഗ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. തുടർന്ന് മാപ്പിളപ്പാട്ട് ഗായകർ സലീം കോടത്തൂർ, ഹന്ന സലീം എന്നിവർ ചേർന്ന് നടത്തിയ ഗാനമേളയും അരങ്ങേറി. കടലിന്റെ ശാന്തതയിൽ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം നൽകി ആയുർവേദത്തിന്റെ പൂർണ്ണതയുമായാണ് കടലോരം ആയുർവില്ല പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ആയുർവേദത്തിലെ പരമ്പരാഗത രീതികളും ആധുനിക സമീപനങ്ങളും സമന്വയിപ്പിച്ചുള്ള സമഗ്രമായ പരിചരണമാണ് ഇവിടെ ലഭ്യമാവുക. ആയുർവേദ ഗൈനക്കോളജി, പ്രഗ്നൻസി കെയർ, പീഡിയാട്രിക് കെയർ, ആയുർവേദ കോസ്മെറ്റോളജി, പഞ്ചകർമ്മ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ മികച്ച ആയുർവേദ ചികിത്സ ഇവിടെ ലഭ്യമാണ്. കടലോരം ആയുർവില്ല, കുഞ്ഞാദോ സാഹിബ് റോഡ്, ഓപ്പോസിറ്റ് സിംഗപ്പൂർ പാലസ്, എടക്കഴിയൂർ, ചാവക്കാട്. ഫോൺ 7591975975 9526454764. അഖില കേരള എഴുത്തച്ഛൻ സമാജം എയ്യാൽ ശാഖ 23-ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. എയ്യാൽ ഗ്രാമീണ വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ER രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK ജയറാം, O ജയകൃഷ്ണൻ മേപ്പുള്ളി, ശശീധരൻ പുന്നംപറമ്പ്, PS പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC+2 വിജയികൾ, കലാകായിക പ്രതിഭകൾ, മുതിർന്ന സമാജം ശാഖാംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ കുടുംബസംഗമവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി KB ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH ഷെഫീഖ് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഉണ്ണി നായർ, നബീസ എന്നിവരെ ആദരിച്ചു. DCC സെക്രട്ടറി ബിജോയ് ബാബു, അഡ്വക്കേറ്റ് CB രാജീവ്, പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു C ബേബി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. കിടങ്ങൂർ നോങ്ങല്ലൂർ മരണാനന്തര സഹായ സമിതി അനുമോദന സദസ്സ് നടത്തി. സമിതി അംഗങ്ങളുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങ് വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KN ഷാജി അധ്യക്ഷത വഹിച്ചു. MV ഷനോജ്, KU സഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. KK ജയപ്രകാശ്, OV വിജേഷ്, KB ഷെല്ലി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡെന്നീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ വിജിത പ്രജി, രജനി പ്രേമൻ, അധ്യാപിക ജിഷ ജനാർദ്ദനൻ, കമ്മിറ്റി അംഗങ്ങളായ പ്രമോദ് മാധവൻ, രാജീവ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിലിലേക്ക് തെരഞ്ഞെടുത്ത വായനശാല പ്രസിഡന്റ് ഡേവിസ് മങ്ങാടിനെ ആദരിച്ചു. വായനശാല സെക്രട്ടറി PK മോഹൻദാസ് സ്വാഗതവും കമ്മിറ്റി അംഗം KS ശ്രേയ നന്ദിയും പറഞ്ഞു. കമ്മിറ്റി അംഗങ്ങളായ സമ്മദ് CA, രഘുകൃഷ്ണ, മിഷാൽ മാധവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി കുന്നത്തേരി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാലയുടെ നേതൃത്വത്തിൽ TP ഉണ്ണികൃഷ്ണൻ അനുസ്മരണവും വിദ്യാഭ്യാസ അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കുന്നത്തേരി ശ്രീകൃഷ്ണ ക്ഷേത്രം ഹാളിൽ KSEB റിട്ടയർഡ് സൂപ്രണ്ട് C ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PV രജീഷ് കുമാർ അധ്യക്ഷനായി. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K ജനാർദ്ദനൻ മുഖ്യാതിഥിയായി. തൃശൂർ എംപ്ലോയബിലിറ്റി സെന്റർ മുൻ മേധാവി ഡോക്ടർ PN ജഗദീഷ് കുമാർ കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. തുടർന്ന് SSLC+2 തുടങ്ങി വിവിധ പരീക്ഷകളിൽ വിജയികളായവർക്ക് അനുമോദനവും TC അൽത്താഫ് മെമ്മോറിയൽ അവാർഡ്, ഹരീഷ് മെമ്മോറിയൽ അവാർഡ്, TP ഉണ്ണികൃഷ്ണൻ മെമ്മോറിയൽ അവാർഡ്, അംബേദ്കർ വെൽഫെയർ കമ്മിറ്റി നൽകുന്ന TP മെമ്മോറിയൽ അവാർഡ് എന്നിവ വിതരണവും നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃത്താല മേഖലാ ഭാരവാഹി VM രാജീവ് മാസ്റ്റർ, ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, KSEB വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹി മണികണ്ഠൻ AT, ശ്രീഭദ്ര കുടുംബശ്രീ സെക്രട്ടറി ഉഷ PT എന്നിവർ സംസാരിച്ചു. പൗർണമി കലാസമിതി സെക്രട്ടറി KK പ്രഭാകരൻ സ്വാഗതവും പ്രസിഡന്റ് സുജിത രാജു നന്ദിയും പറഞ്ഞു. തിരുവങ്കിടം നായർ സമാജത്തിന്റെ നേതൃത്വത്തിൽ അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി.
സമാജം ഓഫീസിൽ നടത്തിയ ചടങ്ങിന് പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷനായി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം, കൃഷ്ണനാട്ടം, മാനവവേദ സുവർണമുദ്ര കരസ്ഥമാക്കിയ ഇ രാജു കലാനിലയം, ഗോവ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറൈൻ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ജി ഹരികൃഷ്ണൻ, 50ലേറെ തവണ രക്തം ദാനം നൽകി സർക്കാർ അംഗീകാരം കരസ്ഥമാക്കിയിട്ടുള്ള പ്രഭാകരൻ മണ്ണൂർ, വിദ്യാർത്ഥി പ്രതിഭകളായ നീലിമ രാമകൃഷ്ണൻ, ആദിത്യൻ വിജയകുമാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. അംഗനവാടി മുതൽ ഡിഗ്രി വരെയുള്ള 150ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. എ സുകുമാരൻ നായർ, ഉണ്ണികൃഷ്ണൻ ആലക്കൽ, സുരേന്ദ്രൻ മൂത്തേടത്ത്, ഗോപാലകൃഷ്ണൻ, ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലബ് ഹൗസിൽ നടന്ന മധുരിക്കും വിജയം 2025 അനുമോദന സദസ്സ് NSS സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് പയ്യഴി ഉദ്ഘാടനം ചെയ്തു. GCC പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു, നിഷ അജിത് കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അക്ബർ ഫൈസൽ, രക്ഷാധികാരി കെ ബാബു നസർ, സെക്രട്ടറി ജിജു ജേക്കബ്, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, ട്രഷറർ AM ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഏപ്രിൽ 13 നടത്തിയ ലഹരിവിരുദ്ധ സന്ദേശയാത്രയിൽ സ്പോർട്സ്, ഡാൻസ്, ഫുട്ബോൾ സ്കിൽ പെർഫോമൻസ് എന്നിവ നടത്തിയവർക്കും കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി, ക്ലബ്ബ് രക്ഷാധികാരി PS വിനു, ബാലൻ മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ AC ജോൺസൺ, PC തോംസൺ, TM ബഷീർ, ആദ്യകാല ഗോൾ കീപ്പർമാരായ അലി, ഷമീർ, വോളിബോൾ കോച്ച് നാസർ പാറമേൽ എന്നിവർ ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ച സൈനികർ, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞവർ, വിട്ടുപിരിഞ്ഞ മുൻകാല ക്ലബ് അംഗങ്ങൾ എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം 1-ാം വാർഡ് മഹാത്മാഗാന്ധി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പരീക്ഷാ വിജയികളെയും ആദരിച്ചു. DCC സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി K ഗോവിന്ദകുട്ടി അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകയും എരുമപ്പെട്ടി പ്രസ് ക്ലബ് സെക്രട്ടറിയുമായ KR രാധിക, സംരംഭകനും ഫോട്ടോഗ്രാഫറുമായ ബിജു അൽഫ, ആർട്ടിസ്റ്റും യോഗാധ്യാപകനുമായ NP ശ്രീകുമാർ, ഡോക്ടർ അംബേദ്കർ കലാശ്രീ ദേശീയ അവാർഡ് ജേതാവ് KN കൃഷ്ണകുമാർ, യുവ അഭിഭാഷകൻ നന്ദൻ N നായർ, ജയൻ ക്യാപ്റ്റൻ ബിൽഡേഴ്സ് എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യാതിഥിയായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NK കബീർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ, പഞ്ചായത്ത് മെമ്പർ റീന വർഗീസ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ വിനോദിനി പാലക്കൽ, സഫീന അസീസ്, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് PS ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 100 വിദ്യാർത്ഥികൾക്ക് നോട്ടുപുസ്തകങ്ങൾ വിതരണം ചെയ്തു. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ നേതൃത്വത്തിൽ ആദരവ് 2025 നടത്തി. ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KM ആൻഡോ അധ്യക്ഷനായി. തൃശൂർ അതിരൂപത KLM പ്രസിഡന്റ് മോളി ജോബി, സംസ്ഥാന സെക്രട്ടറി ബിജു ചിറേത്ത്, തൃശൂർ രൂപത ജനറൽ സെക്രട്ടറി ബേബി വാഴക്കാല, ട്രഷറർ ഫ്രഞ്ചി ആന്റണി, വനിതാ വിഭാഗം പ്രസിഡന്റ് സീമ ഷാജു, സൈമൺ വടക്കൂട്ട്, ഔസേപ്പ് AA, ജോയ് CK, ഷൈനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും ഉന്നത വിജയം കൈവരിച്ചവരെയും തൃശൂർ അതിരൂപത ഫൊറോന ഭാരവാഹികളെയും ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. ഇരട്ടപ്പുഴ വേദവ്യാസ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു. സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ആനന്ദ് പണിക്കൽ അധ്യക്ഷത വഹിച്ചു. നാട്ടുകാരനും CRPF ഛത്തീസ്ഗഡ് ജവാനുമായ വൈശാഖ്, ഭാര്യ സിവിൽ പോലീസ് ഓഫീസർ തിരുവനന്തപുരം ചിന്നു കൃഷ്ണ എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു. രാജു ശിവാനന്ദ്, AR രതീഷ്, പ്രദീപ് കുന്നത്ത്, വർഷ മണികണ്ഠൻ, KA ജയതിലകൻ, CS സുനിൽകുമാർ, RV ഹരിദാസ്, സുനിൽ കാരയിൽ, സോമൻജി, ദിലീപ് അമ്പലപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9320 രൂപ, പവന് 74,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 120 രൂപ. ചരമം അഞ്ഞൂർ നമ്പീശൻപടി കുന്നത്തുള്ളി സുരേന്ദ്രൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. രാജി ഭാര്യയും സൂരജ്, രശ്മി എന്നിവർ മക്കളുമാണ്.
വടക്കേക്കാട് കല്ലൂർ വാക്കയിൽ സുബ്രു എന്ന സുബ്രഹ്മണ്യൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് കോട്ടപ്പടി പൊതുശ്മശാനത്തിൽ നടക്കും. ശാന്ത ഭാര്യയും ധന്യമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടങ്ങൾ. വീടിന്റെ ഭിത്തി തകർന്നു വീണു. തെങ്ങ് കടപുഴകി വീണു പശുചത്തു. മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതക്കാലുകൾ നിലംപൊത്തി. പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷം. ഒന്നര കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സുഫാലിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ ആയിരിക്കരുത് എന്നതിന്റെ ഉത്തമോദാഹരണമാണ് BJP നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായുള്ള ഇന്ത്യയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പുനേർകുളത്ത് CPI ഗുരുവായൂർ മണ്ഡലം സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്ത് പണം നൽകുന്നില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പഞ്ചായത്ത് ഓഫീസിലെത്തിയ കോൺഗ്രസ് CPM നേതാക്കൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും സംഘർഷാവസ്ഥയും. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിൽ ആനക്കല്ല് തിപ്പിലശ്ശേരി റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ നിലയിൽ. റോഡ് ടാറിംഗ് നടത്താൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.